ചേച്ചിയാണേ. ഇന്നത്തെ ഇതിലുകൾ തുടങ്ങാം നമുക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? മാനം മൂടും വീശുമുറം. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതിലുകൾ തീരുന്നതിന് മുമ്പ് ചേച്ചി പറഞ്ഞുതരാട്ടാ. അപ്പൊ ഇന്നത്തെ കുട്ടിക്കഥ കേക്കാം. കഥയുടെ പേരെന്താണെന്നറിയോ? മണത്തിന് പ്രതിഫലം ഒച്ച. നമ്പൂരിമാര് ശുദ്ധരാണെന്നും അവരെ കളിപ്പിക്കുന്നത് എളുപ്പമാണെന്നും കരുതിയിരുന്ന ഒരു കാരണവർക്ക് പറ്റിയ തെറ്റാണ് കേട്ടോ ഇന്നത്തെ കഥയിൽ പറയണേ. ഒരിടത്ത് ഒരു നമ്പൂരി അവരുടെ അടുക്കളയിലിരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കായിരുന്നു. എന്നും നമ്പൂരി കഴിക്കാറുള്ള ഒഴിച്ചുകൂട്ടാനും കൊണ്ടാട്ടവും കാച്ചിയ മോരും ഒക്കെ തന്നെയായിരുന്നു അന്നത്തെയും കറികള്. നമ്പൂരി മടുപ്പോടെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മണം നമ്പൂരിയുടെ വീടിനുള്ളിലേക്ക് ഇങ്ങനെ കടന്നു വന്നത്. കൊള്ളാലോ, ഇത് നല്ല മണം. ആ മണം ആസ്വദിച്ചുകൊണ്ട് നമ്പൂരി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. അന്ന് നമ്പൂരിക്ക് പതിവിൽ കൂടുതൽ ചോറുണ്ണാനുമായി. ഊണൊക്കെ കഴിഞ്ഞപ്പോ ആ മണം എവിടെന്നായിരുന്നു എന്ന് നമ്പൂതിരി അന്വേഷിച്ചു. എവിടുന്നായിരുന്നു എന്നറിയോ? നമ്പൂരിയുടെ അടുത്ത വീട്ടില് പുതിയതായിട്ട് താമസത്തിന് വന്ന ഒരു കാരണവരുടെ വീട്ടിൽ നിന്നായിരുന്നു ആ മണം വന്നത്. ഈ വിവരം അറിഞ്ഞപ്പോ നമ്പൂരി അവിടുത്തെ കാരണവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അയാളോട് ചോദിച്ചു, ഡോ, ഇന്നുച്ചയ്ക്ക് ഞാൻ ഉണ്ണുന്ന നേരത്തെ തന്റെ കുടിയിൽ നിന്ന് പൊന്തിയ മണം എന്തിന്റെയായിരുന്നു? ശരിക്കും ആ കാരണവരുടെ വീട്ടില് മീൻ വറുത്ത മണമായിരുന്നു അത് നമ്പൂരിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച് പേടിച്ച് കാരണവര് പറഞ്ഞു, മേലിൽ അടിയാൻ ഉച്ചയ്ക്ക് മീൻ വറക്കില്ല തിരുമേനീന്ന്. അപ്പൊ നമ്പൂരി ചോദിച്ചു, ഓഹോ, മീൻ വറുത്ത മണമായിരുന്നല്ലേ? ഇനി മുതൽ എന്നും ഉച്ചയ്ക്ക് നീ മീൻ വറുക്കണം. എനിക്ക് അതിന്റെ മണം കേട്ടാല് വയറ് നിറയെ ഉണ്ണാൻ കഴിയണുണ്ട്. ഇത് കേട്ടപ്പോ കാരണവർക്ക് സന്തോഷായി. മീനിനുള്ള പണം എങ്ങനെയെങ്കിലും നമ്പൂരിയിൽ നിന്ന് വാങ്ങാന്ന് അയാൾ ഉറപ്പിച്ചു. തനിക്കും മക്കൾക്കും ദിവസം മീൻ കൂട്ടി ഉണ്ണയും ചെയ്യാം. നമ്പൂരിയുടെ ചെലവില് കാരണവരുടെ മീൻതീറ്റേ നടക്കും. പിറ്റേന്ന് മുതല് നമ്പൂരി ഉച്ചക്ക് ഉണ്ണുന്ന നേരത്തും അത്താഴം ഉണ്ണുന്ന നേരത്തും ഒക്കെ കാരണവരുടെ വീട്ടിൽ മീൻ വറുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. കാരണവര് മീനിന്റെ പൈസ വാങ്ങാനായിട്ട് ഈ നമ്പൂരിയുടെ ഇല്ലത്തെത്തി. അപ്പൊ നമ്പൂരി ചോദിച്ചു, എത്ര ഉറുപ്പിയാ വേണ്ടേ? കാരണവരെന്താ പറഞ്ഞറിയോ? 30 ഉറുപ്പിയ. ശരി, നീ ഇവിടെ നിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്പൂരി അകത്തേക്ക് പോയി. അകത്തുനിന്ന് വന്നപ്പോ ഒരു വെള്ളി ഉറുപ്പിയ എടുത്തോണ്ട് വന്നു. എന്നിട്ടത് ശക്തിയിൽ നിലത്തേക്കിട്ടു. എന്നിട്ട് കാരണവരോട് ചോദിച്ചു, വെള്ളുറുപ്പിയുടെ ഒച്ച നന്നായി കേക്കണ്ടല്ലോ നീയ് ഇല്ലേ? കാരണവര് സന്തോഷത്തോടെ പറഞ്ഞു, ഉവ്വ് എന്ന്. നമ്പൂരി ആ വെള്ളി ഉറുപ്പിയെ കയ്യിലെടുത്തിട്ട് വീണ്ടും 30 വട്ടം നിലത്തേക്കിട്ട് ഒച്ച ഉണ്ടാക്കി. എന്നിട്ട് പുറത്തേക്ക് വന്നു. 30 വട്ടവും നീ വെള്ളുറുപ്പിയുടെ ഒച്ച കേട്ടൂലോ? നമ്പൂരി ചോദിച്ചു. ഉവ്വെന്ന് കാരണവര് മറുപടിയും പറഞ്ഞു. എന്നാ ഇനിപ്പൊക്കോ, ദിവസവും 2 നേരം ഇനിയും മീൻ വറക്കണോട്ടോ എന്ന് നമ്പൂരി പറയുകയും ചെയ്തു. കാരണവർക്ക് ഇതൊന്നും മനസ്സിലായില്ല. അപ്പൊ അയാൾ ചോദിച്ചു, അപ്പൊ മീനിന്റെ വിലയോ? നീ എന്നെ കേൾപ്പിച്ചത് മീനിന്റെ വാസനയല്ലേ? അതിന്റെ വിലയായ 30 ഉറുപ്പിയുടെ ഒച്ച ഞാനും നിനക്ക് കേൾപ്പിച്ചു തന്നു ഇല്ലേ? നമ്പൂരിയുടെ മറുപടി കേട്ടപ്പോ കാരണവര് ഇളിഭ്യനായിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു. കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടെ മാർ മാത്യൂസ് പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരായിരുന്നില്ലേ? അവരുടെ പരിപാടികളുടെ അവസാന ഭാഗമാണ് കേട്ടോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോണേ. അപ്പൊ നമുക്ക് എൽസ് മരിയ സനീഷ് പാടണ ഒരു ഭക്തിഗാനം കേൾക്കാം. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ, എന്നിനവിലും കനവിലുമായി നിറയുന്നൊരൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടു, എന്നെ നിന്നാദമാക്കിടു, എന്നെ നിൻ സ്വന്തമാക്കിടു, എന്നെ നിന്നാദമാക്കിടു. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ഇരുൾമൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥാ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇരുൾമൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥാ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ആദിത്യ സജീവൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ലളിതഗാനം പാടാൻ പോവാ. അതൊന്ന് കേക്കാട്ടോ. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവടിയിലെ സീത പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ, മഞ്ചലിലാട്ടി കഥ പറയൂ. കഥ പറയാൻ വന്ന കിളിമകൾ സീതൻ രാമന്റെ നാമം ജപിച്ചിടുന്നു.
കഥ പറയാൻ വന്ന കിളിമകൾ സീതതൻ രാമന്റെ നാമം ജപിച്ചിടുന്നു. ജപസ്വരം കേട്ടപ്പോൾ കൽശിലയോരോന്നായി. ജപസ്വരം കേട്ടപ്പോൾ കൽശിലയോരോന്നായി. ശാപമോക്ഷത്തിൻ കഥ പറഞ്ഞു. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ. പഞ്ചവടിയിലെ സീത പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ. മഞ്ചലിലാട്ടി കഥ പറയൂ. ഇനി കുട്ടികളുടെ ഗായക സംഘത്തിലെ കൂട്ടുകാർ പാടണ ഒരു അടിപൊളി പാട്ട് കേൾക്കാം. നന്മകളെ ഉള്ളിലേറ്റി നിത്യവും കർത്തവ്യ നിരതരാവാൻ. ഇഹപര നന്മകളെ ഉള്ളിലേറ്റി നിത്യവും കർത്തവ്യ നിരതരാവാൻ. ഇന്നും ഒരു സ്വപ്നം വിളിക്കുന്നു. സൂര്യന്റെ മുന്നേ ഉയരുന്ന ബോധം കാറ്റിനെ പോലെ കുറിക്കുന്ന വേഗം. സൂര്യന്റെ മുന്നേ ഉയരുന്ന ബോധം കാറ്റിനെ പോലെ കുറിക്കുന്ന വേഗം. മധുര നിരന്തര ധാര എല്ലാം വിളിക്കുന്നു ഉണരുന്നുയർന്ന്. കളകള മധുര നിരന്തര ധാര എല്ലാം വിളിക്കുന്നു ഉണരുന്ന് ഉയർന്ന്. കൂരിരുൾ കീറിയൊരിന്തു കോപം നീളെ പിളർത്തിയ ചാലിലൂടെ. കൂരിരുൾ കീറിയൊരിന്തു കോപം നീളെ പിളർത്തിയ ചാലിലൂടെ. കാച്ചിക്കുറുക്കിയ ബോധനില പാലിറ്റിറ്റു വീഴുന്നു പ്രജ്ഞയിലും. കാച്ചിക്കുറുക്കിയ ബോധനില പാലിറ്റിറ്റു
നോവിന്റെ ഉണർവായി തൂമിന്നൽ കതിരായി ഉച്ചത്തിലുച്ചയിൽ ഉന്നം മറക്കാതെ ഉടജാല നിലയിൽ തിളങ്ങാം. ഉച്ചത്തിലുച്ചയിൽ ഉന്നം മറക്കാതെ ഉടജാല നിലയിൽ തിളങ്ങാം, തിളങ്ങാം. ഇനി നമുക്കൊരു അറബിക് സോങ് കേട്ടാലോ? പാടണത് ആരൊക്കെയാണെന്നറിയോ? ഫാത്തിമത്ത് സഹറയും ഇർഫാന ഫാത്തിമയും കൂടിയാണ് കേട്ടോ. يا من صليت بكل الأنبياء يا من في قلبك رحمة للناس يا من ألفت قلوبا بالإسلام يا حبيبي يا شفيعي يا رسول الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد يا من حليت حياتنا بالإيمان يا من بجمالك علمت الإحسان يا من نورت قلوبنا بالقرآن يا حبيبي يا شفيعي يا رسول الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد صلى الله على ختم الأنبياء محمد محمد رحمة للعالمين رحمة للعالمين 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 حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد. ഇനിയൊരു ഗ്രൂപ്പ് സോങ് കേൾക്കാം. സംഗമഗീതം വിന്ധ്യ ഹിമാചലഗിരിനിരയിൽ പ്രതിധ്വനിക്കും ഗീതം ഗംഗാ യമുന തരംഗമാലകൾ പാടും സംഗമഗീതം വിന്ധ്യ ഹിമാചലഗിരിനിരയിൽ പ്രതിധ്വനിക്കും ഗീതം നാമൊന്ന് 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 ഒന്ന് ഒന്ന് നാമൊന്ന് 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 ഒന്ന് ഒന്ന് ആ ആ ആ ആ ആ
അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? മാനം മൂടും വീശുമുറം. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കൺപോള. അപ്പൊ ഇന്നത്തെ ഇതളുകളിലെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പോ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിനെ എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതിക്കോട്ടോ. ദി സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഒന്നുകൂടി പറയണോ? ദി സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോട്ടോ. അപ്പൊ എല്ലാരും സന്തോഷായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.